Good morning. Semester 3 Construction Materials and Engineering Module 1 portion ഒരു പാർട്ടാണ് സിമന്റ് കോൺക്രീറ്റ്. സിലബസിൽ പറയുന്നത് സിമന്റ് കോൺക്രീറ്റിൽ proportioning ingredients PCC and RCC water cement ratio, its effects on strength and workability, characteristics of concrete and reinforcements, their workability, test on cement, laboratory test and field test, slump test, compaction factor test, quality of water used for construction, mixing, reinforced cement concrete, their quality, types of reinforcement used, characteristics of reinforcing material, preparation of concrete cubes and test on cubes, and chemical admixtures, mainly plasticizers and super plasticizers. So going to concrete. What is a concrete? Concrete is one of the most commonly used building material. It is a composite material made of cement, sand, aggregates and water. So they are readily available constituents. If they are mixed together with cement, namakku concrete kittum. So concrete is a material which has got high compressive strength. So concrete is a versatile material that can easily be mixed to meet a variety of special needs and formed to virtually any shape. നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് കോൺക്രീറ്റിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. സോ ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ഇൻവെൻഷൻ എന്ന് തന്നെ പറയാവുന്നതാണ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോൺക്രീറ്റ്? ഇറ്റ്സ് എബിലിറ്റി ടു ബി കാസ്റ്റ്. നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒരു ഫോം വർക്കോ ഷട്ടറിങ്ങോ ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് എക്കണോമിക്കൽ ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ലൈഫ്, ഡ്യൂറബിൾ, ഫയർ റെസിസ്റ്റൻ്റ് ആണ്, എനർജി എഫിഷ്യൻ്റ് ആണ്, ആൻഡ് ഓൺ സൈറ്റ് ഫാബ്രിക്കേഷൻ, സൈറ്റിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ്, സോ ഇഫ് വി കമ്പയർ വിത്ത് എനി അതർ ബിൽഡിംഗ് മെറ്റീരിയൽ, കോൺക്രീറ്റിനുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് ഇറ്റ്സ് എ മെറ്റീരിയൽ വിച്ച് ടേക്സ് കംപ്രഷൻ. സോ ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇറ്റ് ഈസ് ഹാവിങ് ലോ ടെൻസൈൽ സ്ട്രെങ്ത്. കംപ്രസീവ് ഫോഴ്സ് സ്ട്രെസ് അതിനെ എടുക്കാൻ പറ്റുമെങ്കിലും ടെൻസൈൽ സ്ട്രെസ് അതിനൊട്ടും എടുക്കാൻ പറ്റില്ല. ആൻഡ് ലോ ഡക്ടിലിറ്റി, നമ്മൾക്ക് ഒരിക്കലും കോൺക്രീറ്റിനെ ഇറ്റ്സ് ബ്രിട്ടിൽ, വലിച്ച് നീട്ടാൻ പറ്റുന്നതല്ല. ഇറ്റ്സ് വോളിയം ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ലോ സ്ട്രെങ്ത് ടു വെയ്റ്റ് റേഷ്യോ. So what are the constituents of concrete? Cement, water, fine aggregate, coarse aggregate and admixtures. Why admixtures are added? Concrete ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി, സംടൈംസ് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾക്ക് ഇത്തിരി വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അഡ്മിക്സ്ചർ കൊണ്ടിട്ട് നമുക്കൊരു എക്സ്ട്രാ ആഡഡ് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. വി ക്യാൻ ജസ്റ്റ് വേരി ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് യൂസിങ് by adding admixtures. So main constituents are cement, water, fine aggregate and coarse aggregate. But നമ്മൾ എവിടെയാണോ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്, ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻവിറോൺമെൻറ്റിന് വേണ്ട രീതിക്ക് കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനൊന്ന് നേരിയതായിട്ടുള്ള മൈനർ ചേഞ്ചസ് വരുത്താൻ വേണ്ടി we will add admixtures too. Next, going to the properties of fresh concrete. What are the properties? Workability. It is highly workable. Workability എന്ന് പറയുന്നത് the ease with which we can work with it. So consistency means ആ ഒരു ലിക്വിഡ് ബിഹേവിയറിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സെഗ്രിഗേഷൻ, ഇറ്റ് വിൽ ഗെറ്റ് സെഗ്രിഗേറ്റഡ് ഈസിലി. സെഗ്രിഗേറ്റഡ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ, കോൺക്രീറ്റിലുള്ള വാട്ടർ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പൊങ്ങി വരുന്നതിനാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സെറ്റിംഗ് ടൈം, യൂണിറ്റ് വെയ്റ്റ് ആൻഡ് യൂണിഫോമിറ്റി നല്ല തറലി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ്. സോ കോൺക്രീറ്റ് എന്താണ്? കോൺക്രീറ്റ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ് പറഞ്ഞു. നെക്സ്റ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷനിങ് കോൺക്രീറ്റ്. വാട്ട് ഈസ് പ്രൊപ്പോർഷനിങ്? സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗിവിങ് relative proportions of sand, coarse and water compared to cement. So the process of selection of relative proportions of cement, sand, coarse aggregate and water is called proportioning. So as to obtain a concrete of desired quality is known as a proportioning of concrete. In general, the proportions of coarse aggregate, fine aggregate, cement and water should be such that the resulting
കോൺക്രീറ്റ് ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. നമ്മൾ എന്തുകൊണ്ടിട്ടാണ് സിമെൻറ്റ്, സാൻഡ്, കോൺസെൻട്രേറ്റ് വാട്ടർ എന്നുള്ള ഒരു പ്രൊപ്പോർഷൻസ് കൊടുക്കുന്നത്? വി ഹാവ് ടു ഗെറ്റ് ഗുഡ് ക്വാളിറ്റി കോൺക്രീറ്റ്. ഒരു നല്ല നമ്മളുടെ യൂസിന് ആവശ്യമായ വാട്ട് ഈസ് അവർ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തുക. എവിടെയാണ്, വേർ ഈസ് അവർ ആപ്ലിക്കേഷൻ? സോ ആ ഒരു എൻവിറോൺമെൻറ്റിനും അതിന് വേണ്ട സ്ട്രെങ്ത്തും കിട്ടുന്ന രീതിയിലുള്ള ഒരു കോൺക്രീറ്റ് പ്രൊപ്പോർഷൻ മിക്സ് നമ്മൾ കണ്ടെത്തി ആ രീതിയിൽ കോൺക്രീറ്റിന് മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇൻ ജനറൽ ദ പ്രൊപ്പോർഷൻസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എല്ലാം നമ്മൾ ഏത് റേഷ്യോ ആണ് എടുക്കുന്നത്? റേഷ്യോ എടുക്കുന്നതിൻ്റെ കാരണം തന്നെ ഇറ്റ് ഷുഡ് ഗെറ്റ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. സോ വാട്ട് ഈസ് ഇറ്റ്? When concrete is fresh, it should have enough workability so that it can be placed in the formwork economically. So next, the concrete must possess maximum density, or in other words, it should be the strongest and most watertight. Third is the cost of materials and labor required to form the concrete should be minimum. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രൊപ്പോർഷൻ ആണോ സെലക്ട് ചെയ്യുന്നത് ആ പ്രൊപ്പോർഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ 3 ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ഹാവ് ഗോട്ട് ഇനഫ് വർക്കബിലിറ്റി. സോ എക്കണോമിക്കലി നമ്മൾക്ക് കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റണം. ഓവർ റഫായിട്ടുള്ള കോൺക്രീറ്റ് ആണ്, റഫ് മിക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ വർക്കബിലിറ്റി കുറവാണെങ്കിൽ അതിനെ പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്, മാക്സിമം ഡെൻസിറ്റി കാണണം, ബട്ട് വാട്ടർ ടൈറ്റും ആയിരിക്കണം, സ്ട്രോങ്ങും ആയിരിക്കണം. ലാസ്റ്റ് ആൻഡ് മെയിൻ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും ലേബറും മിനിമം ആയിരിക്കണം. And how we will represent the proportioning of concrete. So concrete mix designs are often given by the following ratio. By the following ratio, this is just a representation, 1:2:2. We will usually mostly use 1:1:1.5, 1:2:4 and all. This is just a representation showing എന്തൊക്കെയാണെന്നുള്ളത്. So 1 is nothing but cementന്റെ weight ആണ് 1. And what is the second quantity? Second number, that is fine aggregate. Mostly we will use sand. And third, coarse aggregate, that is coarse aggregate, crushed rock, that is nothing but metals. Nammal metal content. Okay, so in this case the ratio, just in this case the ratio implies 1 part of cement to 2 parts of coarse aggregate and to 2 parts of fine aggregate. So cement is to fine aggregate is to coarse aggregate. This is the representation. And there are various methods for determining the volumetric proportions of various components of concrete. So ഈ ഒരു റേഷ്യോ കണ്ടുപിടിക്കാൻ ഈ പ്രൊപ്പോർഷനിങ് or മിക്സ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് there are numerous methods and mainly we will ഇത്രയും മെത്തേഡാണ് 5 methods: arbitrary, fineness modulus method and minimum voids method, maximum density method and water cement ratio method. നിങ്ങൾ ഇതുവരെ മിക്സ് ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമ്മിങ് സെമസ്റ്ററിൽ മിക്സ് ഡിസൈനും ചെയ്യാൻ ഉണ്ടാവുന്നതാണ്. സോ ഏതെങ്കിലും മെയിൻലി ഫൈനസ് മോഡലസ് മെത്തേഡ് ഓർ ആർബിട്രറി മെത്തേഡ് നിങ്ങൾ സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും റേഷ്യോസ് കണ്ടുപിടിക്കും, പ്ലസ് എത്ര വാട്ടർ ആഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ദീസ് ആർ ദ പ്രൊപ്പോർഷൻസ് ഫോർ നോമിനൽ മിക്സ് കോൺക്രീറ്റ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. M5 എന്നുള്ളത് 1:5:10 ആണ്. അതിൻ്റെ കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും വാട്ടറുമാണ് ഇവിടെ പറയുന്നത്. സോ M7.5 ദാറ്റ് ഇസ് 148 ആണ്, 1:4:8. M10 1:3:6 ആണ്. M15 1:2:4 ആണ്. M20 1:1.5:3. Next is water cement ratio. What is water cement ratio? That is nothing but ഒരു കോൺക്രീറ്റ് മിക്സിൽ എത്രമാത്രം വാട്ടർ ഉണ്ട് ആൻഡ് സിമെൻറ്റ് ഉണ്ട് അതിൻ്റെ റേഷ്യോ ആണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ആൻഡ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആൻഡ് സ്ട്രെങ്ത് ആർ inversely proportional. So water cement ratio, the most important indicator of strength ആണ്. Lower water cement ratio is the higher the final concrete strength. So this concept was developed by Duff Abrams of the PCA in the early 1920s. So Abrams law എന്ന് പറയും, that is water cement ratio is inversely proportional to strength. So ഇത് സ്ട്രെങ്ത് ആണെങ്കിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇതാണ്. സോ എ കോമ്പാക്റ്റഡ് കോൺക്രീറ്റിന് ഇങ്ങനെയും ഇൻകംപ്ലീറ്റ് കോമ്പാക്ഷൻ ആണെങ്കിലും താഴത്തെ കേർവാണ് കാണിക്കുന്നത്. സോ ആസ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഡിക്രീസസ്. ആൻഡ് അതിൻ്റെ ഇത്രയും കൂടെ കൂടുതലായിട്ടുള്ളൊരു ക്ലിയർ പിക്ചറാണിത്.
So this is the fully compacted concrete. And നേരത്തെ നമ്മൾ കണ്ട incomplete compaction രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇത് vibrated compaction and hand compaction. Both are insufficiently compacted. So as water cement ratio increases, its compressive strength decreases. This is Abraham's law. So we know first low water cement ratio ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. സിമെൻറ്റ് പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ മിക്സ് വാട്ടർ. ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ സിമെൻറ്റിനേക്കാളും കൂടുതൽ വാട്ടർ ആയിരിക്കും ഉണ്ടാകുന്നത്. ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ വാട്ടർ കുറവും സിമെൻറ്റ് പാർട്ടിക്കിൾസ് കൂടുതലുമാണ്. സോ അതിൻ്റെ ഹൈഡ്രേറ്റഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഇത് ലോ പോറസ് ആവും. ദാറ്റ് മീൻസ് ഹൈഡ്രേഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഉള്ളതൊക്കെ ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട്സ് വെച്ചിട്ട് ഫിൽ ആവും. ദാറ്റ് മീൻസ് ഇത് ഹൈ സ്ട്രെങ്ത് ആണ്. സോ ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആഫ്റ്റർ ഹൈഡ്രേഷൻ ഹൈ സ്ട്രെങ്ത് ആവും ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് പോറസ്. അതേസമയം ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ ഇതിൽ സിമെൻറ്റ് പാർട്ടിക്കിൾസിനേക്കാളും കൂടുതൽ ഈ വാട്ടർ ആണ് കൂടുതൽ. സോ ആഫ്റ്റർ ഹൈഡ്രേഷൻ ഇത് പൊറോസിറ്റി ഇതിൽ കൂടുതലായിരിക്കും. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് സ്ട്രെങ്ത് ഇതിന് കുറവായിരിക്കും. So this is just a table. As water cement ratio increases, its probable strength decreases. So നമ്മൾ യൂഷ്വലി ആസ് പെർ IS സ്റ്റാൻഡേർഡ്സ് നമ്മൾ 0.4 എല്ലാമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടു ഗെറ്റ് എ സ്ട്രെങ്ത് ഓഫ് 100%. സോ ദിസ് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഹൈ ആണ്, സ്ട്രെങ്ത് ഹൈ ആയിരിക്കും, പെർമിബിലിറ്റി ലോ ആയിരിക്കും, ഷ്രിങ്കേജ് കുറവായിരിക്കും. ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ സ്ട്രെങ്ത് കുറവായിരിക്കും, പക്ഷേ പെർമിബിലിറ്റിയും ഷ്രിങ്കേജും കൂടുതലായിരിക്കും. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ? എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ഹൈ സ്ട്രെങ്ത്, പക്ഷേ ലോവർ പെർമിബിലിറ്റി ആയിരിക്കും, കാരണം ലെസ് പോറസ് ആയിരിക്കും. സോ പെർമിബിലിറ്റി കുറവായിരിക്കും. ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു വെതറിങ്, പെട്ടെന്ന് വെതേർഡായി പോവില്ല, അത് ലെസ് പോറസ് ആയതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ആൻഡ് ബെറ്റർ ബോണ്ട് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് റെയിൻഫോഴ്സ്മെൻറ്റ്, കോൺക്രീറ്റും റെയിൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള ബോണ്ട് നല്ലതായിരിക്കും ഇൻ ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കോൺക്രീറ്റിൽ. ആൻഡ് റെഡ്യൂസ്ഡ് ഡ്രൈയിങ്, ഷ്രിങ്കേജ് ആൻഡ് ക്രാക്കിംഗ്, ഷ്രിങ്കേജും ക്രാക്കിങ്ങും കുറവായിരിക്കും. ആൻഡ് ലെസ് വോളിയം ചേഞ്ച് ഫ്രം വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ബട്ട് ഓൺലി ദ ഡിസഡ്വാൻറ്റേജസ് ഈസ് ഇറ്റ് ഈസ് ലെസ് വർക്കബിൾ. വർക്കബിലിറ്റി ഭയങ്കര കുറവായിരിക്കും ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ. സോ വാട്ട് ഈസ് വർക്കബിലിറ്റി? നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റ് ബി റിലേറ്റീവ്ലി ഈസി ടു ട്രാൻസ്പോർട്ട്, പ്ലേസ്, compact and finish without harmful segregation. A concrete mix satisfying these conditions is to be workable. So workability is nothing but the easiness to transport, place, compact and finish the mixed concrete. It is the easiness. എത്ര മാത്രം ഈസി എളുപ്പമാണോ ഇത് ജസ്റ്റ് ടു വർക്ക് വിത്ത് ദ കോൺക്രീറ്റ്, അതിനാണ് അതിൻ്റെ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കബിലിറ്റി? The method and duration of transportation, quantity and characteristics of the cementing material, aggregate grading, shapes and surface texture, quantity and characteristics of chemical admixtures, amount of water, amount of entrained air, and concrete and ambient air temperature. So വർക്കബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് മെത്തേഡ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് അത് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മളതിനെ പ്ലേസ് ചെയ്യാൻ കൊണ്ടുപോകുന്നതെങ്കിൽ അത് സെറ്റായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ലെസ് വർക്കബിളായി പോകും, കാരണം റഫായി ഹാർഡായി വരും. ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെൻറ്റിംഗ് മെറ്റീരിയൽസ്, കൂടുതൽ സിമെൻറ്റീഷ്യസ് മെറ്റീരിയൽസ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അത് സെറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അഗ്രിഗേറ്റ് ഗ്രേഡിങ്, ഷേപ്പ് ആൻഡ് സർഫസ് ടെക്സ്ചർ, ക്വാണ്ടിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ അഡ്മിക്സ്ചേഴ്സ് വല്ല ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റിംഗ് ടൈം കൂട്ടാനോ കുറക്കാനോ വി ക്യാൻ ആഡ് അഡ്മിക്സ്ചേഴ്സ്. അതിനനുസരിച്ച് അതിൻ്റെ വർക്കബിലിറ്റിക്കും ചേഞ്ച് വരും. എമൗണ്ട് ഓഫ് വാട്ടർ കൂടുതലാണെങ്കിൽ വർക്കബിലിറ്റി കൂടും. എൻട്രെയിൻഡ് എയർ കൂടുതലാണെങ്കിൽ വർക്കബിലിറ്റി കൂടും. കോൺക്രീറ്റ് ആൻഡ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ, സണ്ണി ആണെങ്കിൽ അതിൻ്റെ വാട്ടർ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ആയി പോയി അതിൻ്റെ വർക്കബിലിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് വർക്കബിലിറ്റി. So coming to workability, again it is the most important property of freshly mixed concrete. There is no single test method that can simultaneously measure all the properties involved in workability. It is determined to a large extent by measuring the consistency of the mix. So how we can measure the workability എന്നുള്ളത്, we can just measure the consistency. ഒരു ടെസ്റ്റ് എന്നുള്ളതില്ല, കൺസിസ്റ്റൻസി ഇസ് എ ലിക്വിഡ് പ്രോപ്പർട്ടി ഓഫ് എ മിക്സ്. അതിൻ്റെ കൺസിസ്റ്റൻസി മെഷർ ചെയ്യുമ്പോൾ അത് എത്രമാത്രം ലിക്വിഡേറ്റഡ് ആണെന്ന്
ലിക്വിഫൈഡ് ആണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും. സോ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും അത് വർക്കബിൾ ആണോ അല്ലയോ എന്നുള്ളത്. So what is consistency? Consistency is the fluidity or degree of wetness of a concrete. It is generally dependent on the shear resistance of the mass. It's a major factor in indicating the workability of a freshly mixed concrete. So consistency കണ്ടുപിടിക്കാൻ mainly lots of tests ഉണ്ട്. VB test ഉണ്ട്, slump test ഉണ്ട്, compaction factor test ഉണ്ട്. Mainly നമ്മളിവിടെ പറയുന്ന രണ്ട് ടെസ്റ്റ് ആണ്, that is slump test and compaction factor test. Going to the slump test. So the slump test result in a slump of the behavior of a compacted inverted cone of concrete under the action of gravity. It measures the consistency or the wetness of the concrete. So slump test നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഒരു കോണിൽ നമ്മൾ കോൺക്രീറ്റ് അത് കോമ്പാക്ട് ചെയ്ത് നിറച്ചിട്ട് അതിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്യും. സോ ഇൻവേർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണോ ആ സ്ലംപ് കൊളാപ്സ് ആവുന്ന വീഴുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ കൺസിസ്റ്റൻസി മെഷർ ചെയ്യുന്നത്. സോ അപ്പാരറ്റസ് എ മെറ്റൽ മോൾഡ് ഇറ്റ്സ് റിക്വയർഡ്, ബുള്ളറ്റ് നോസ്, മെറ്റൽ റോഡ് ആൻഡ് എ സ്കെയിൽ. സോ ഫസ്റ്റ് നമ്മൾ ഇതാണ് പ്രൊസീജിയർ. ഒരു സിലിണ്ടർ എടുക്കുക, എന്നിട്ട് അതിൽ നമ്മൾ ഓരോ പോർഷനായിട്ട് 3 പോർഷനായിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്യുക. ഫസ്റ്റ് കോൺക്രീറ്റ് ഇടുക, തറലി മിക്സ്ഡ് കോൺക്രീറ്റ്, എന്നിട്ട് ഒരു മെറ്റൽ ഈ ബുള്ളറ്റ് നോസ് മെറ്റൽ റോഡ് വെച്ച് അതിനെ കോമ്പാക്ട് ചെയ്യുക, ഹാൻഡ് കോമ്പാക്ഷൻ. സെക്കൻഡ് പോർഷൻ ഇടുക, പിന്നെയും കോമ്പാക്ട് ചെയ്യുക. തേർഡ് പോർഷൻ ഇടുക, പിന്നെയും കോമ്പാക്ട് ചെയ്യുക. മുകളിലുള്ള എഡ്ജ് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക, ഒരു ലെവൽ എഡ്ജ് വരുന്ന രീതിക്ക്. എന്നിട്ട് അതിൻ്റെ ഈ 2 സൈഡിലെ ഹോൾഡിങ്സിൽ പിടിച്ചിട്ട് പൊക്കിയെടുക്കുക. ജസ്റ്റ് ദ കോൺ മോൾഡ് മാത്രം പൊക്കിയെടുക്കുക. എന്നിട്ട് അതിന് ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ എത്രമാത്രം നമ്മൾ പൊക്കിയെടുത്തപ്പോൾ ഈ സ്ലംപ് സബ്സൈഡായി എന്നുള്ളത് മെഷർ ചെയ്യുക. ദിസ് ഈസ് എ സ്ലംപ്. ഈ കോൺ സബ്സൈഡ് ആയി എന്നുള്ളത്. സോ ഇതാണ് മെഷർമെൻറ്റ്. ദിസ് ഈസ് എ സ്ലംപ്. ഈ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. ദിസ് സ്ലംപ് വാല്യൂ വിൽ ഇൻഡിക്കേറ്റ്സ് ദ കൺസിസ്റ്റൻസി. സോ പെട്ടെന്ന് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ സ്ലംപാണെങ്കിൽ ഇതിനെ നമ്മൾ കൊളാപ്സ്ഡ് സ്ലംപ് എന്ന് പറയും. ദാറ്റ് മീൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വാട്ടർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുൾ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് താഴത്തോട്ട് നല്ലപോലെ കൊളാപ്സ് ആയി പോകും ഈ കോൺ എടുത്തു കഴിയുമ്പോഴത്തേക്കും. ദിസ് ഈസ് എ കൊളാപ്സ്ഡ് സ്ലംപ്. വെറാസ് നമ്മൾ കോൺ എടുത്ത് കഴിയുമ്പം ഒരു പോർഷൻ മാത്രം ഇങ്ങനെ പൊങ്ങി നിന്ന് അടുത്ത പോർഷൻ ഇതുപോലെ കൊളാപ്സ്ഡ് വീഴുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഷിയർ സ്ലംപ്. വെറാസ് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കോൺ എടുത്തു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സ്ലംപ് കുറവാണ്. സി ദിസ് ഈസ് കോൾഡ് ദ ട്രൂ സ്ലംപ്. സോ ദീസ് ആർ ദ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി വിത്ത് റിലേറ്റീവ് ടു ദ സ്ലംപ്. സോ സ്ലംപ് ഒരു 0 to 25 ആണെങ്കിൽ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി കുറവാണ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ കണ്ട ട്രൂ സ്ലംപിൽ അതുപോലെയാണ്. സോ ഇത് ഇത്തിരി ഹാർഡാണ്, അതുകൊണ്ട് അതിൻ്റെ സ്ലംപ് കുറവാണ്, അതുകൊണ്ടിട്ടാണ് അത് വീഴാതിരുന്നത് കോൺക്രീറ്റ്. സോ ഇറ്റ്സ് വെരി ഡ്രൈ മിക്സ് ആണ് യൂസ്ഡ് ഇൻ റോഡ് മേക്കിംഗ്, റോഡ്സ് വൈബ്രേറ്റഡ് ബൈ പവർ ഓപ്പറേറ്റഡ് മെഷീൻസ്. 25 to 50 ആണെങ്കിലും വർക്കബിലിറ്റി ലോ ആണ്. മറ്റേത് വെരി ലോ ആണ്, ഇതിൽ ലോ ആണ്. സോ ഇഞ്ചസ് മെഷർമെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. So that also is a low workable mix used for foundations with light reinforcement. Roads vibrated by hand operated machines. പിന്നെ മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. ഹൈലി വർക്കബിൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നോട്ട് നോർമലി സ്യൂട്ടബിൾ ഫോർ വൈബ്രേഷൻ. കാരണം ഓൾറെഡി വർക്കബിൾ ആണ്. ദാറ്റ് മീൻസ് ഓൾറെഡി കൊളാപ്സ് ചെയ്ത അവസ്ഥയാണ്. ഇപ്പോൾ നോക്കൂ, സ്ലംപ് 100 to 175 ആണ്. ദാറ്റ് മീൻസ് ഈ കേസ് ആവാം. കാരണം ഇത് എത്രയാണ്, ഇതിൻ്റെ ഹൈറ്റ് തന്നെ 300 mm ആണ്, 30 cm ആണ്. സോ അതിൽ തന്നെ 100 to 175 സ്ലംപ് വരുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈലി വർക്കബിൾ ആണ്, യൂസ് ഫോർ സെക്ഷൻസ് വിത്ത് കൺസിസ്റ്റഡ് റെയിൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ അബൌട്ട് സ്ലംപ് ടെസ്റ്റ്. നെക്സ്റ്റ് ഗോയിങ് ടു കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ദിസ് ഈസ് ദ അപ്പാരറ്റസ് ഫോർ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. മുകളിലൊരു ഹോപ്പർ ഉണ്ട്, താഴെ ഒരു ഹോപ്പർ ഉണ്ട്, താഴെ ഒരു സിലിണ്ടർ ഉണ്ട്. സോ കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസ് ട്രവൽസ് ഉണ്ട്, ഹാൻഡ് സ്കൂപ്പ് ഉണ്ട്, എ റോഡ് ഓഫ് സ്റ്റീൽ, അതർ സ്യൂട്ടബിൾ മെറ്റീരിയൽ ആൻഡ് എ ബാലൻസ്. സോ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ഡ്രോപ്പിംഗ് എ വോളിയം ഓഫ് കോൺക്രീറ്റ് ഫ്രം വൺ ഹോപ്പർ ടു അനദർ ആൻഡ് മെഷറിംഗ് ദ വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻ ദ ഫൈനൽ ഹോപ്പർ ടു ദാറ്റ് of a fully compacted volume. The test is difficult to run in the field and it is not practical for large aggregates. So first of all നമ്മൾ ഫസ്റ്റ് ഹോപ്പറിൽ ഫുള്ള് കോൺക്രീറ്റ് നിറക്കും. സോ കോൺക്രീറ്റ് നിറക്കുമ്പോൾ അത് നമ്മൾ വിത്തൗട്ട് കോമ്പാക്ഷനാണ് നിറക്കുന്നത്. ജസ്റ്റ് ഇട്ടിട്ട് പോയിട്ട് ഫസ്റ്റ് ഇത് താഴത്തെ ഹോപ്പറിൻ്റെ ലിഡ് തുറക്കും. സോ ഓട്ടോമാറ്റിക്കലി
അതിൻ്റെ സെക്കൻഡ് ഹോപ്പറിലോട്ട് കോൺക്രീറ്റ് വീഴും. പിന്നെയും ഇത് സെക്കൻഡ് ഹോപ്പറിൻ്റെ ലിഡ് റിമൂവ് ചെയ്യുമ്പോൾ അത് സിലിണ്ടറിലോട്ട് വീഴും. സോ ദെൻ വി വിൽ മെഷർ ദിസ് സിലിണ്ടർ വെയിറ്റ് അലോങ് വിത്ത് ദ കോൺക്രീറ്റ്. സോ ഇത് അൺകോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ആണ്. സിമിലർലി നമ്മൾ നെക്സ്റ്റ് ഹോപ്പറിൽ നിറക്കും, അത് ഫുള്ളി കോമ്പാക്റ്റഡ് ആയിട്ട് നിറക്കും. ഓക്കെ, സോ അത് ലിഡ് ഡോറിന് ഇതിൽ വീഴും, അത് ലിഡ് ഡോറിന് ഇതിൽ വീഴും. സോ ഫുള്ളി കോമ്പാക്റ്റഡ് ആയിട്ടുള്ള വെയിറ്റ് നമ്മൾക്ക് സെക്കൻഡ് ടൈമിൽ കിട്ടും. സോ ഫസ്റ്റ് അൺകോമ്പാക്റ്റഡും സെക്കൻഡ് ഫുള്ളി കോമ്പാക്റ്റഡും ഈ തമ്മിലുള്ള റേഷ്യോ ആണ് കോമ്പാക്ഷൻ ഫാക്ടർ. സോ കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ നിന്ന് നമ്മൾക്ക് വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. കോമ്പാക്ഷൻ ഫാക്ടർ 0.78 ആണെങ്കിൽ ഇറ്റ് മീൻസ് വെരി ലോ വർക്കബിലിറ്റി മിക്സ്ചർ ആണ്. 0.85 ആണ്. ആസ് കോമ്പാക്ഷൻ ഫാക്ടർ ഇൻക്രീസസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് വർക്കബിലിറ്റി ഇൻക്രീസസ്. ഓക്കെ, so these are the two tests for determining the consistency or workability of concrete, fresh concrete mix. നെക്സ്റ്റ് നമ്മൾക്ക് കംപ്രസീവ് സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് either way we can do. Sometimes we can cast a cube or a cylinder. So what is a compressive strength and what it is, why it is determined എന്നുള്ളതാണ്. സോ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്കറിയാം. കംപ്രസീവ് സ്ട്രെസ് കംപ്രസീവ് സ്ട്രെങ്ത് സ്ട്രെസ് എടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് കംപ്രസീവ് സ്ട്രെസ് എടുക്കണമെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് വേണം. ഓക്കെ, ഇറ്റ്സ് ഡിറ്റർമൈൻഡ് ബൈ ലോഡിംഗ് പ്രോപ്പർലി ഓൺ പ്രിപ്പയർഡ് ആൻഡ് ക്യൂർഡ് ക്യൂബ് ഓർ സിലിണ്ടർ ഓർ എനി പ്രിസ്മാറ്റിക് സ്പെസിമെൻ അണ്ടർ കംപ്രഷൻ. സോ ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുക, കംപ്രസീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നമ്മളുടെ ക്യൂബിലോട്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ക്യൂബിൻ്റെ ഉള്ളിലോട്ട് വരുന്ന സ്ട്രെസ്സിനെയാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ എനിവേ ഏതെങ്കിലും സ്പെസിമെൻ എടുക്കാം. ക്യൂബിക് സ്പെസിമെൻ ആണെങ്കിൽ 15 സെൻറ്റിമീറ്ററിലുള്ള സ്പെസിമെൻ ആയിരിക്കും. ക്യൂബിക് സ്പെസിമെൻസ് ക്രഷ്ഡ് ആഫ്റ്റർ റൊട്ടേറ്റിംഗ് ദം 90 ഡിഗ്രി ടു ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ കോസ്ഡ് ബൈ ദ റഫ് ഫിനിഷിംഗ്. സിലിണ്ടിക്കൽ സ്പെസിമെൻ ആണെങ്കിൽ H/D റേഷ്യോ 2 ആയതും ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ കംപ്രസീവ്. ഒരു UTM-ൽ വെച്ചിട്ട്, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ പതിയെ ഒരു ഗ്രാജുവൽ ലോഡിങ് കൊടുത്തിട്ട് അതിൻ്റെ കംപ്രസീവ് എത്ര സ്ട്രെങ്ത് വന്നപ്പോഴാണ് അത് ഫെയിലായത് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ് അത് എത്ര സ്ട്രെങ്ത് എടുക്കുന്നു എന്നുള്ളതാണ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. സോ ക്യൂബിക് സ്പെസിമെൻ വിത്തൗട്ട് ക്യാപ്പിംഗ്. ഒരു ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് ക്യാപ്പിംഗ്, ക്യാപ്പ് ഇല്ലാതെ കൊടുക്കണമെങ്കിൽ വാട്ട് ഈസ് ക്യാപ്പിംഗ്? ഈ മുകളിൽ കൊടുക്കുന്ന ഇതിനാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ക്യാപ്പിംഗ് കൊടുക്കുമ്പോൾ അത് യൂണിഫോം ആയിട്ട് ഈ ലോഡ് നമ്മുടെ സ്പെസിമെനിലോട്ട് ചെല്ലുന്നു എന്നുള്ളത് എൻഷ്യൂർ ചെയ്യാനാണ് നമ്മൾ ക്യാപ്പിംഗ് കൊടുക്കുന്നത്. വിത്തൗട്ട് ക്യാപ്പിംഗ് ആണെങ്കിൽ അത് ഇതുപോലെ പൊട്ടിപ്പോകുന്നതാണ്. സോ വിത്ത് ക്യാപ്പിംഗ് ആണെങ്കിൽ അതിൻ്റെ ഫെയിലർ ഇത്രയും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏത് ലോഡിലാണോ നമ്മളുടെ സ്പെസിമെൻ ഫെയിൽ ആവുന്നതെന്നുള്ളത് നമ്മൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടെൻസൈൽ സ്ട്രെങ്ത്. Tensile strength can be obtained either by direct methods or indirect method. So direct methods suffer from a number of difficulties related to holding the specimen properly in the testing machine without introducing stress concentration and to the application of load without eccentricity. So direct method നമ്മൾ ലോഡിങ് കൊടുക്കുന്നത് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോൺക്രീറ്റ് ഒരു ടെൻസൈൽ മെറ്റീരിയൽ അല്ല. സോ ഇറ്റ്സ് ടെൻസൈൽ സ്ട്രെങ്ത് ഇസ് വെരി പുവർ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കുന്നതെന്ന്. ഇതാണ് നമ്മളുടെ സ്പെസിമെൻ എങ്കിൽ അതിനെ നമ്മൾ ഔട്ട്വേർഡ്ലി വലിക്കുന്നതാണ് ടെൻസൈൽ ടെസ്റ്റ്. സോ ആക്ച്വലി തിയററ്റിക്കലി അതാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഏത് ലോഡിലാണ് അത് ഫെയിലായി പോകുന്നത്, അതാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഫോർ ദാറ്റ് നമ്മൾ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ചെയ്യുന്നത്. ബട്ട് വി നോ, നമ്മൾക്കറിയാം ഒരിക്കലും കോൺക്രീറ്റിന് നമ്മൾക്ക് വലിച്ച് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് എങ്ങനെയാണോ ഇപ്പം നേരത്തെ കാണിച്ചു, നമ്മൾ കോൺക്രീറ്റിന് നമ്മൾക്ക് ടെൻസൈൽ സ്ട്രെസ് കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? ഒരിക്കലും കോൺക്രീറ്റിനെ വലിച്ച് നീട്ടാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ റെയിൻഫോഴ്സ്മെൻറ്റോ ഒന്നുമില്ല. സോ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്രസീവ് ലോഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഈ P ആണ് കംപ്രസീവ് സ്ട്രെസ്. സോ ഈ കംപ്രസീവ് ലോഡ് കാരണം ഒരു ടെൻസൈൽ സ്ട്രെസ് ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഡ്യൂ ടു ദ അപ്ലൈഡ് കംപ്രഷൻ ലോഡ് എ ഫെയർലി യൂണിഫോം ടെൻസൈൽ സ്ട്രെസ് ഇസ് ഇൻഡ്യൂസ്ഡ് ഓവർ നിയർലി 2/3 of the diameter of the cylinder
and perpendicular to the direction of the load application. So ഇതാണ് എൻ്റെ ഡയമീറ്ററിൽ ഒരു 2/3 പോർഷനിൽ ഉള്ളിലായിട്ട് ഒരു ടെൻസൈൽ സ്ട്രെസ് ഈ പെർപെൻഡിക്കുലർ ലോഡിന് ഈ പി ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ടെൻസൈൽ സ്ട്രെസ് പ്രൊഡ്യൂസ് ആവും. ദാറ്റ് മീൻസ് നമ്മൾ കംപ്രസീവ് ലോഡ് കൊടുക്കുന്നു, ആ കംപ്രസീവ് ലോഡ് കാരണം ടെൻസൈൽ സ്ട്രെസ് ഉള്ളിൽ ഉണ്ടാവുന്ന അത് വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 2p/πdl ആണ്. P is the applied compressive load, D is the diameter and L is the length of the specimen. So the advantages of splitting test over the direct tensile test is the same modes are used for compressive and tensile strength machine. So നമ്മൾ compressive UTM machine വെച്ചിട്ട് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ compressive ടെസ്റ്റും ടെൻസൈൽ സ്ട്രെങ്ത്തും ചെയ്യാവുന്നതാണ്. And the test is simple to perform and gives uniform results than other tension test. Next is flexural test. What is flexural? മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കപ്പാസിറ്റിയാണ് ഫ്ലെക്സുറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദ ഫ്ലെക്സുറൽ ടെൻസൈൽ സ്ട്രെങ്ത് അറ്റ് ഫെയിലിയർ ഓർ ദ മോഡുലസ് ഓഫ് റപ്ചർ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ലോഡിംഗ് എ പ്രിസ്മാറ്റിക് കോൺക്രീറ്റ് ബീം സ്പെസിമെൻ. സോ ഇതാണ് നമ്മളുടെ കോൺക്രീറ്റ് ബീം സ്പെസിമെൻ. സോ അതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത് എല്ലാം ആണെങ്കിൽ ഒരു L/3 പോർഷനിൽ മുകളിൽ നിന്ന് 2 ലോഡും താഴെ നിന്ന് 2 സപ്പോർട്ടും ആണ് കൊടുക്കുന്നത്. So the results obtained are useful because concrete is subjected to flexural loads more often than it is subjected to tensile loads. So കോൺക്രീറ്റിലെ ടെൻസൈൽ ലോഡിനേക്കാൾ കൂടുതൽ ഫ്ലെക്സുറൽ ലോഡ്സ് മൊമെന്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ് നമ്മളുടെ ടെസ്റ്റിംഗ് അപ്പാരറ്റസ്. ഇതിൽ മുകളിൽ നിന്ന് ലോഡ് കൊടുക്കുന്നുണ്ട്, താഴെ നിന്ന് 2 സപ്പോർട്ടും പോകുന്നുണ്ട്. സോ നമ്മളുടെ സ്പെസിമെൻ ഇതുപോലെയാണ് ബ്രേക്ക് ആവുന്നത്. ഇതൊരു റെക്ടാങ്കുലർ ഒരു ക്യൂബിക്കൽ പ്രിസമാണ്. സോ റെക്ടാങ്കുലർ B/D നോക്കൂ, ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ എന്ന് വെച്ചാൽ BD³/12 ആണ്. സോ സിംഗിൾ പോയിന്റ് ലോഡിങ് ആണെങ്കിൽ 2 സപ്പോർട്ടും സിംഗിൾ പോയിന്റ്. ഇപ്പം ഇതിൽ നമ്മൾക്ക് 2 2 പോയിന്റ് ലോഡിങ് ആണ് വരുന്നത്. സോ സിംഗിൾ പോയിന്റ് ലോഡിങ് ആണെങ്കിൽ അതിൻ്റെ ഫ്ലെക്സുറൽ സ്ട്രെസ് എന്ന് പറയുന്നത് MC/I ആണ്. M എന്ന് പറയുന്നത് മൊമെന്റ്, ദാറ്റ് ഈസ് PL/4. മാക്സിമം മൊമെന്റ് ഒരൊറ്റ പോയിന്റിലാണ് വരുന്നത് ഡ്യൂ ടു ദിസ് സിംഗിൾ പോയിന്റ് ലോഡിംഗ് P. M എന്ന് പറയുന്നത് PL/4 ആണ്. സോ PL/4, C എന്ന് വെച്ചാൽ സെൻട്രോയിഡ് D/2 ആൻഡ് I എന്ന് വെച്ചാൽ BD³/12 മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ. സോ ഇതിൻ്റെ ഫ്ലെക്സുറൽ സ്ട്രെസ് എന്ന് പറയുന്നത് 3/2 PL/BD² ആണ്. ഇനി ഡബിൾ പോയിന്റ് ലോഡിംഗ് ആണെങ്കിൽ ഒരു P എന്നുള്ള ലോഡ് P/2 ആണ് 2 പോയിന്റ് ആയിട്ടാണ് ലോഡിംഗ് കൊടുക്കുന്നതെങ്കിൽ ലൈക്ക് ദിസ്. ഇവിടെ നമ്മൾ 2 പോയിന്റ് കൊടുക്കുന്നത്. സോ സപ്പോർട്ട് 2 എണ്ണം ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മൊമെന്റ് എങ്ങനെയാണ്? PL/6 ആണ്. മാക്സിമം മൊമെന്റ് PL/6 ആണ്. സോ സിഗ്മ ഫ്ലെക്സുറൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു മൊമെന്റ് ഇൻറ്റു സെൻട്രോയിഡ് D/2 തന്നെയാണ് ബൈ I BD³/12. സോ ഇതിൻ്റെ ഫ്ലെക്സുറൽ സ്ട്രെസ് പിന്നെയും PL/BD² കിട്ടും. ഫസ്റ്റ് കേസിൽ 3/2 PL/BD². So this is all about its compressive stress, strength, tensile strength and flexural strength. Next topic എന്ന് പറയുന്നത് requirements of water used in concrete. കോൺക്രീറ്റ് മിക്സിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിന് ഇതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്ത് ക്രൈറ്റീരിയയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ്. സോ വാട്ടർ യൂസ് ഫോർ മിക്സിംഗ് ആൻഡ് ക്യൂറിംഗ് ഷാൽ ബി ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം ഇൻജൂറിയസ് അമൗണ്ട്സ് ഓഫ് ഓയിൽ, ആസിഡ്സ്, ആൽക്കലൈസ്, സോൾട്ട്സ്, ഷുഗർ, ഓർഗാനിക് മെറ്റീരിയൽസ്. നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ എടുക്കുന്ന വെള്ളം കംപ്ലീറ്റ്ലി പ്യുവർ അല്ലെങ്കിലും ആ ഒരു എനോമസ് ക്വാണ്ടിറ്റി ഓഫ് ദീസ് തിങ്സ് പാടില്ല. സോ ഇൻജൂറിയസ് എമൗണ്ട്സ് എന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി എടുക്കുമ്പോഴാണോ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. സോ ആ ക്വാണ്ടിറ്റി ഒരിക്കലും പാടില്ല. ആൻഡ് പോർട്ടബിൾ വാട്ടർ ഈസ് ജനറലി കൺസിഡേർഡ് സാറ്റിസ്ഫാക്ടറി ഫോർ മിക്സിംഗ് കോൺക്രീറ്റ്. മിക്സിംഗ് ആൻഡ് ക്യൂറിംഗ് വിത്ത് സീ വാട്ടർ ഷാൽ നോട്ട് ബി പെർമിറ്റഡ് ബിക്കോസ് സീ വാട്ടർ കാരണം സോൾട്ട് കണ്ടന്റ് കാരണം കൊറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. The pH value shall not be less than 6. So these are the permissible limits for solids in water. നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഓർഗാനിക് സോളിഡ്സ് 200 mg/ലിറ്ററിൽ കുറവായിരിക്കണം. പെർമിസിബിൾ ഇത്രയാണ്, മാക്സിമം ആണ്. ഇതിൽ ഒരിക്കലും കൂടാൻ പാടില്ല. സോ ഇനോർഗാനിക് സൾഫേറ്റ് കണ്ടന്റ് ക്ലോറൈഡ് 500 ആണ് പറയുന്നത്. സസ്പെൻഡഡ് മാറ്റർ 2000. സോ ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് മോർ വാട്ടർ ആൻഡ് ലെസ് വാട്ടർ. മോർ വാട്ടർ യൂസ് ചെയ്ത് നമുക്കറിയാം ദ ഔട്ട്കം ഈസ് എ ഡൈലൂട്ടഡ് പേസ്റ്റ്. അതിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ലെസ് വാട്ടർ ആണെങ്കിൽ വർക്കബിൾ ആയിരിക്കില്ല. സോ ഇൻക്രീസ് സ്ട്രെങ്ത് ആയിരിക്കും. നേരത്തെ പറഞ്ഞാൽ പെർമിബിലിറ്റി കുറവായിരിക്കും. ആൻഡ് എക്സസ് വാട്ടർ കാരണം സർഫസിൽ ബ്ലീഡിങ് വരും. ബ്ലീഡിങ് ഈസ് നത്തിങ് ബട്ട് വെള്ളം പൊങ്ങി വന്ന് നിൽക്കുക.
ആൻഡ് ദിസ് എഫക്ട്സ് ദ കംപ്രസീവ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്സ്, ലോസ് ഓഫ് കൊഹസീവ്നെസ് ആൻഡ് ഹോമോജീനിറ്റി. ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുമെങ്കിലും കൊഹസീവ്നെസ് ഉണ്ടാവില്ല. ആ ഒരു കൊഹഷൻ എന്ന് പറയുന്നത് എന്തെന്നാ, സെയിം മോളിക്യൂൾ തമ്മിലുള്ള ഒരു പാക്കിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. ആൻഡ് ഹാർംഫുൾ ടു സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. സോ ലെസ് വാട്ടർ ആണെങ്കിൽ റെസിസ്റ്റൻസ് ടു വെതറിങ് കൂടുതലായിരിക്കും, ബെറ്റർ ബോണ്ട് ആയിരിക്കും, കോൺക്രീറ്റ് റെയിൻഫോഴ്സ്മെൻറ്റും തമ്മിൽ ഷ്രിങ്കേജും ക്രാക്കിങ്ങും കുറവായിരിക്കും, വോളിയം ചേഞ്ചും കുറവായിരിക്കും വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് കാരണം. നെക്സ്റ്റ്, വാട്ട് ഈസ് റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്? വി നോ കോൺക്രീറ്റ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് മാത്രം എടുക്കുന്ന ഒരു കോമ്പോസിറ്റ് സോളിഡ് ആണ്. ബട്ട് സോ കോൺക്രീറ്റിന് ആ ഒരു ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ ഇൻട്രൊഡ്യൂസ് റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ടു ദീസ് കോൺക്രീറ്റ്. ദാറ്റ് ഈസ് കോൾഡ് റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. So concreting is good in resisting compression, but it is very weak in resisting tension. Hence reinforcement is provided in the concrete wherever tensile stress is expected. എവിടെയാണോ ടെൻസൈൽ സ്ട്രെസ് വരാൻ ചാൻസ് ഉള്ള അവിടെ നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ നമ്മൾക്ക് എന്താ കിട്ടുന്ന, റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് വിൽ ഗെറ്റ്. So the best reinforcement is steel, since the tensile strength of steel is quite high and the bond between steel and concrete is good. As the elastic modulus of steel is high, for the same extension the force resisted by the steel is high compared to concrete. Reinforced concrete is a composite material in which concrete's relatively low tensile strength and ductility are counteracted by the inclusion of reinforcement having higher tensile strength or ductility. So കോൺക്രീറ്റിൻ്റെ രണ്ട് പോരായ്മകൾ എന്തൊക്കെയാണല്ലോ, ടെൻസൈൽ സ്ട്രെങ്ത്തും കുറവാണ്, ഡക്ടിലിറ്റിയും അല്ല. ഇതിനെ രണ്ടിനും കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി വി ആർ ഇൻട്രൊഡ്യൂസിങ് വാട്ട് റെയിൻഫോഴ്സ്മെൻറ്റ് വിച്ച് ഈസ് ഹാവിങ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഹൈ ഡക്ടിലിറ്റി. ഇത് രണ്ടുമുള്ള ഒരു മെറ്റീരിയൽ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. So the reinforced concrete may also be permanently stressed so as to improve the behavior of the final structure under working loads. So permanently stress, വർക്കിംഗ് ലോഡ് കാരണം ഈ റെയിൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ ടെൻസൈൽ സ്ട്രെസ് ഏറ്റെടുക്കും. എന്നിട്ട് അത് ഇറ്റ് വിൽ ഗെറ്റ് സ്ട്രെസ്ഡ് ഇൻ കംപ്രഷൻ, ക്യാൻ ബി ഇൻ കംപ്രഷൻ ഓൾസോ. ഓക്കെ, the most common methods of doing this are known as pre-tensioning and post-tensioning. So we know pre-tensioning, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. Next, what are the properties of reinforcement? So for a strong, ductile and durable construction, reinforcement needs to have the following properties at least. High relative strength ആയിരിക്കണം reinforcement, high tolerance of tensile strain and good bond to the concrete and irrespective of the pH, moisture and similar factors. So pH, moisture എല്ലാ അതുപോലത്തെ അഡ്വേഴ്സ് ഫാക്ടേഴ്സ് വന്നാലും കോൺക്രീറ്റുമായിട്ടുള്ള ബോണ്ടിങ് നല്ലതായിരിക്കണം. തെർമൽ കോമ്പാറ്റബിലിറ്റി ഉണ്ടായിരിക്കണം, നോട്ട് കോസിങ് അൺഅക്സെപ്റ്റബിൾ സ്ട്രെസ്സസ് ഡ്യൂ ടു ചേഞ്ചിങ് ടെമ്പറേച്ചേഴ്സ്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയോ കുറഞ്ഞോ പോകുമ്പോഴത്തേക്കും അതിന് അതുപോലെ സ്ട്രെസ് വ്യത്യാസം വരരുത്. ദാറ്റ് മീൻസ് തെർമൽ കോമ്പാറ്റബിലിറ്റി വേണം. ആൻഡ് ഡ്യൂറബിലിറ്റി ഇൻ ദ കോൺക്രീറ്റ് എൻവയോൺമെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് കൊറോഷൻ ഓർ സസ്റ്റെയിൻഡ് സ്ട്രെസ്. കംപ്ലീറ്റ് എൻവയോൺമെൻറ്റിനനുസരിച്ച് ഡ്യൂറബിൾ ആയിരിക്കണം, അത് പെട്ടെന്ന് വിതറാവാൻ പാടില്ല, കൊറോഷൻ വരാൻ പാടില്ല. So these are the main properties of the reinforcement which should be used in concrete. So mainly two physical characteristics ആണ് നമ്മുടെ റെയിൻഫോഴ്സ്മെൻറ്റിന് വേണ്ടത്. ഫസ്റ്റ്, കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കോൺക്രീറ്റുമായിട്ട് സിമിലർ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുമെങ്കിൽ കോൺക്രീറ്റ് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ സ്റ്റീൽ റിയാക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണാൻ പറ്റുള്ളൂ. സോ it will eliminate large internal stresses due to differences in thermal compaction, expansion or contraction. So coefficient of thermal expansion of concrete should be similar to that of steel. That is the first physical character. Second ennu parayunnathu, when the cement paste within the concrete hardens, this conforms to the surface details of the steel, permitting any stresses to be transmitted efficiently between the different materials. Usually steel bars are roughened or corrugated to further improve the bond or cohesion between the concrete and steel. So നമ്മളുടെ സിമെൻറ്റ് ഹാർഡൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഉണ്ടാകുന്ന സ്ട്രെസ്സ് അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്റ്റീലിലോട്ട് പോകുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ബോണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് ആ കോൺക്രീറ്റിൻ്റെ എഫക്റ്റ് സ്റ്റീൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്റ്റീലിൻ്റെ ആ ഒരു സർഫസ് കൊറുഗേറ്റഡോ റഫൻഡോ ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് നല്ലതായിരിക്കും. സോ കോൺക്രീറ്റിൻ്റെ എഫക്ട്സ് എപ്പോഴും സ്റ്റീലിനും സെയിം ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇൻറ്റേർണൽ സ്ട്രെസ്സസിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. സോ ഇതാണ് മെയിൻ ടു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്
ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്.